അങ്ങനെ പിടിച്ച മീനിനെയൊക്കെ ഒരു 10 മിനിറ്റ് വരെ നോക്കൊണ്ട് നിന്നപ്പം ദേ പെടഞ്ഞ് ചാവുന്നു. എന്ത് സാഡിസ്റ്റ് ആണല്ലേ. എല്ലാത്തിനും ഒരു മഞ്ഞ കളർ വാലുണ്ടല്ലോ. കുടുംബക്കാരെല്ലാരും കൂടെ ഒരുമിച്ചങ്ങോട്ട് നിന്നേക്കുക. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞേ? നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം എടുത്ത് നമുക്ക് നേരെ ഷീലാപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാട്ടോ. ഷീലാപ്പച്ചി അബിയുടെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. ഓ, എന്താ ഒരു പാടി ബന്ധങ്ങളൊക്കെ പറയാൻ. പണ്ടേ നമ്മൾ ഇതിലൊക്കെ മോശമാണ്. അപ്പൊ ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ വഴിയെ പറയാം. എല്ലാം കൂടെ അങ്ങോട്ട് താങ്ങുന്നില്ലെന്നേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം കേട്ടോ. എനിക്ക് മാത്രമല്ല, ആദ്യം അഭിയും വേണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഷീലാപ്പച്ചി എന്തെങ്കിലും, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ചായയാണ്. പിന്നെ ദേ ഇന്ന് നമ്മൾ കഴിച്ചത് ദോശയാണ് കേട്ടോ. ഇനി നാളെ വിഷു ആയതുകൊണ്ട് തന്നെ കണ്ണൻചേട്ടനും ഷീലാപ്പച്ചിയും കൂടെ നമ്മളെ വിഷുക്കണി വെക്കാനുള്ള ചക്കയൊക്കെ അടത്തുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് അധികം അതിഥികളുണ്ട്. അതിഥികളല്ല, ഈ വീട്ടിൽ ആൾക്കാരാണ്. അപ്പോൾ കണ്ണൻചേട്ടൻ ഇവിടെ കുറച്ച് കിളികളെ വളർത്തുന്നുണ്ട്. ഇതിന്റെ ഒന്നും ഒഫീഷ്യൽ നെയിംസ് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് പിന്നെ എല്ലാം കിളികളാണ്. മറ്റു ചില കഥാപാത്രങ്ങളൂടെ ഉണ്ട്, കുറേ അധികം മീനുകൾ. പിന്നെ അതേ ഈ റിങ്കോ കുട്ടൻ, ഇവൻ കുറച്ച് നാളായിട്ടോ ഇവിടെ വന്നിട്ട്. പക്ഷെ ഞാനായിട്ട് അങ്ങോട്ട് സെറ്റ് ആവില്ല. ഞാൻ ഒളിഞ്ഞ് പറഞ്ഞൊക്കെ നിന്നാണ് ഇവനെ നോക്കുന്നത്. ഗേറ്റിന്റെ അടുത്ത് വന്ന് ഇവനെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വീടിന്റെ അകത്തേക്ക് കയറാറുള്ളൂ. മുത്തുദേ സമ്മർ വെക്കേഷന്റെ ഭാഗമായിട്ട് കുറച്ച് സ്വിമ്മിംഗ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. മൊത്തത്തില് കൊച്ചിനൊരു അസ്വസ്ഥതയാണല്ലോ. ആ ക്ലോറിൻ വെള്ളമൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവള് മൊത്തത്തിൽ നിന്നൊന്ന് പെരുകുന്നുണ്ട്. ആ പറഞ്ഞു നിന്നപ്പോഴേക്കും ഇതേ ഒരാള് ചാടി പുറത്തിറങ്ങി. അവന് മുത്തിനെയും ചേച്ചിയും കണ്ടപ്പോൾ ഉള്ള സന്തോഷം കണ്ടോ, വാലാട്ടി പുറകെ ഓടുകയാണ്. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിന്നാ മതിയോ? നമുക്ക് വീട്ടിൽ പോകണ്ടേ? അപ്പൊ ഞാനും അഭിയും പോകണമെന്ന് പറഞ്ഞപ്പോൾ മുത്തും ദേ ചാടി പുറപ്പെട്ട് നമ്മളൂടെ വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഞങ്ങളൂടെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴും പോകണുണ്ട്. അവൾക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു അവസരം കിട്ടാറില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയാൽ അവളുടെ പല അടവുകളും നടക്കില്ല. നമ്മളുടെ കൂടെ ആകുമ്പോ പിന്നെ അത് കുഴപ്പമില്ല.